കടയിൽ കിട്ടുന്ന 6-ാം നമ്പർ നമുക്കിനി വീട്ടിലുണ്ടാക്കിയാലോ? 6-ാം നമ്പർ എന്ന് മാത്രമല്ല, ഡയമണ്ട് കട്ട്സ് എന്നതിന് പേരുണ്ട് കേട്ടോ. മൈദ ഉപയോഗിച്ചാണ് 6-ാം നമ്പർ തയ്യാറാക്കുന്നത്. 2 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ കറുത്ത എള്ള്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കേണ്ടത്. മാവ് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി അവസാനം അല്പം എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിന്റെ പുറത്ത് അല്പം കൂടി എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് ഒന്നുകൂടി നല്ലപോലെ കുഴച്ച് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് പോലെ ബോൾസ് ആക്കി ഉരുട്ടി ഇതൊന്ന് പരത്തിയെടുക്കണം. ചപ്പാത്തിയുടെ അത്ര കട്ടിക്കല്ല, കുറച്ചും കൂടി കനം കുറച്ചാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഡയമണ്ട്സ് ആയി കട്ട് ചെയ്ത് നല്ല ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി 6-ാം നമ്പർ റെഡി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടു നോക്കണേ.